Pavan Nallana and Needus Academy present Behind Woods Dulquer, the King of Kotha, supported by Hero Motorcorp, Chiking, Tirukochi Golden Diamonds, Ladio Premium Innovators, powered by Anfield International, Wetland Wedding, Corona Plastics, Silfrex Mattress, Aquastar, and Elements of Cinema. The King of Kotha is on you! Malayalamile, the pan-Asian superstar Dulquer Salman! അതൊരു ചിന്നാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ രാജു പഴയ രാജു തന്നെ. സത്യം പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്രയും പേര് ഒന്നിച്ച് ഐ തിങ്ക് ഒരു ഇതുപോലത്തെ ഒരു ഇവന്റിന് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളൊരു ഇവന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും വന്നു. പക്ഷെ ഒരുപാട് 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 ഇഷ്ടം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഉമ്മ. ഗേൾസ് ഇങ്ങനെ നോക്കായിരുന്നു കണ്ണെടുക്കാതെ അല്ലേ ഐഷു? ആ സൗന്ദര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫീച്ചർ എന്താണ്? പൊട്ടിച്ചിരിക്കും, ചാർലി ചിരി. മമ്മൂക്കയുടെ ശബ്ദമായാലും DQന്റെ ശബ്ദമായാലും ഒരു ഗാംഭീര്യം ഫീൽ വരുന്നേ. ആ ശബ്ദത്തിനെ പോലെ ഒരു ശബ്ദം മാത്രം. അങ്ങനെ ഫീച്ചേഴ്സ് ഇട്ട് രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഒന്ന് യൗവനം, രണ്ടാമത്തത് ശബ്ദം. യൗവനം ഇപ്പൊ ഇതൊക്കെ ഞാൻ കർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. തോക്ക്, വെടി, പുക, ഒച്ച, കത്തി, വാള്. ഇതിനിടയിൽ ഒരു റൊമാൻസ് ഉണ്ടോ സർ? അത് വിട്ടിട്ട് എനിക്ക് പറ്റില്ലല്ലോ. ഓക്കെ കൺമണി എന്ന മണിരത്നം സാറിന്റെ സിനിമ കണ്ടപ്പോ ഇതുപോലൊരു ബോയ് ഫ്രണ്ടിന്, ഒരു ഹസ്ബൻഡിനെ നമുക്കൊക്കെ വേണം എന്ന് മണിസാറിന് മാത്രം പറഞ്ഞാൽ മതി. പുള്ളി മാത്രമാണ് ഇതിനെ കുറ്റക്കാരൻ. എനിക്ക് അവസരങ്ങൾ തന്ന, എന്നെ ഉണ്ടാക്കിയ, എന്നെ വളർത്തിയ ഇവരാണ്. കൊച്ചിക്ക് ഒരു വലിയ നമസ്കാരം, നല്ല നമസ്കാരം പറഞ്ഞോട്ടെ. എവിടെ എനർജിയിൽ തന്നെ നമുക്ക് തുടങ്ങിയാലോ? കേൾക്കുന്നില്ല, ഒന്നുകൂടെ. ലോക മലയാളി പ്രേക്ഷകരും ലോക സിനിമ ആസ്വാദകരും കാണാൻ കാത്തിരിക്കുന്ന പോലെ കിങ് ഓഫ് കൊത്ത എന്ന DQന്റെ ഏറ്റവും പുതിയ മൂവി ഈ വരുന്ന ഓഗസ്റ്റ് 24 തിയേറ്റേഴ്സിൽ എത്താൻ പോകുന്നത്. ഞങ്ങളുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഇവിടെ ഇതാ സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം പറഞ്ഞുകൊണ്ട് we welcome you to Pavan Nallana and Needus Academy presenting Behind Woods King of Kotha, supported by Hero Motorcorp, Chiking, Tirukochi Gold and Diamonds and Ladio, powered by Anfield International, Wetland Weddings, Corona Plastics, Silfrex Mattress, Aquastar and Aero Institute. ഒരു നല്ല കൈയടിയോടെ എനർജിയിൽ തന്നെ കൊച്ചിൻ നിങ്ങളുടെയൊക്കെ പ്രിയ താരങ്ങൾ അങ്ങനെ ഇവിടെ ഇതാ നമ്മുടെ സെലിബ്രേഷൻ ഗ്രൗണ്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫാക്ട് കേരളം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രീ റിലീസ് ഇവന്റ് ആയിരിക്കും ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളിവിടെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം വിത്തിൻ എ ഷോർട്ട് ടൈമിനുള്ളിൽ മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് വ്യൂ ആണ് അക്രോസ് ദ കൺട്രി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഈ ഒരു സിനിമ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചതിന് ഹാറ്റ്സ് ഓഫ് ടു ദി ഡയറക്ടർ, ഞങ്ങളുടെ കപ്പിത്താൻ എന്ന് ഞങ്ങൾ വിശേഷിക്കുന്ന അഭിലാഷ് ജോഷി. സിരകളിൽ ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന ഭ്രാന്ത് ലഹരി മാത്രം നിറച്ചുകൊണ്ട് അഭിലാഷ് ജോഷിയാണ് നമുക്ക് വേണ്ടി ആ ഒരു സിനിമ ഇവിടെ ഇതാ സംഭാവന ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം വേഫെയറർ ഫിലിംസും ഒപ്പം തന്നെ സീ സ്റ്റുഡിയോസും ചേർന്നിട്ടാണ്. 4 ലാംഗ്വേജസിലായിട്ടാണ് ഇറങ്ങാനിരിക്കുന്നത്. വിളിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, ഒരു രാജാവ് ഉണ്ടെങ്കിൽ ഒപ്പത്തിനൊപ്പം തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു റാണി ഉണ്ടാവും. കിങ് ഓഫ് കൊത്തയുടെ ക്യൂവിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. നമ്മുടെ ക്യൂൻ ഓഫ് കൊത്തയായ ദ വെരി കാരിസ്മാറ്റിക് ഐശ്വര്യ ലക്ഷ്മി. രാജുവിന്റെ സ്വന്തം താരയായിട്ടാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്.
വരത്തനിലൂടെ, അതുപോലെ തന്നെ മായാ നദിയിലൂടെ, എന്തിനു പറയുന്നു, മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവനിലൂടെ നമ്മുടെയൊക്കെ മനം കവർന്ന വശ്യ സൗന്ദര്യമായിട്ട് ഇതാ കിങ് ഓഫ് കൊത്തയിൽ വന്ന് നിൽക്കുകയാണ്. ആൻഡ് ഐശ്വര്യ, ഈ ക്രൗഡ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒറ്റ വാക്ക്. Madness. Pure madness. നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു ഈവനിങ് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ഈ സിനിമയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം, I cannot tell you how much it has motivated ഓരോരോ team members' names. So big salute for that. For every single DQ fan, for every single fan of Malayalam cinema, I salute you. റെഡിയാണോ? എല്ലാരും ഒന്ന് ഇരിക്കണം. എല്ലാരും ഇരിക്കണം. DQ. രാജാവ് എത്തുന്നതേ ഉള്ളൂ. രാജാവ് നിങ്ങൾ എല്ലാവരും പറഞ്ഞാലേ എത്തത്തുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒന്ന് ഇരിക്കണം. ഐഷു, നമ്മുടെ രാജാവിന്റെ രാജ്ഞി ഇവിടെ ദേ കൂടെയുണ്ട്. നിങ്ങളോട് നമ്മുടെ താരയായിട്ടാണ് ഇവിടെ ഐഷു നിൽക്കുന്നത്. നിങ്ങൾ റെഡിയാണോ? റെഡി ടു വെൽക്കം DQ. മലയാളത്തിന്റെ, ഇന്ത്യൻ സിനിമയുടെ the one and only pan Indian superstar, are ready, King of Kotha. ഇത് ഗാന്ധിഗ്രാമമല്ല. ഇവിടെ ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. The King of Kotha is on you. മലയാളത്തിന്റെ the pan Indian superstar, രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു. രാജാവ് തിരിച്ചു. അതൊരു സീനാണ്. സൽമാൻ is all here. ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ചൊന്ന് വിളിച്ചാലോ? രാജാവേ ഒന്ന് വിളിച്ചാലോ? 3, 2, 1. രാജാവേ! കൊത്തയുടെ രാജാവ് ഇവിടെ അങ്ങനെ എത്തിക്കഴിഞ്ഞു. മലയാള സിനിമ കണ്ട താരേതിഹാസമായ ദുൽഖർ സൽമാൻ നമുക്ക് മുന്നിൽ ഇനി രാജുവായിട്ട് ഇതാ August 24 4 ലാംഗ്വേജസിൽ നമുക്ക് മുന്നിൽ എത്താൻ പോവാണ്. മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം DQ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന, കുഞ്ഞിക്ക എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം കൊത്തയുടെ രാജാവ് ഒരിക്കൽ കൂടി ഒരു അവസരം തരും. മാക്സിമം ഒച്ചത്തില് കൈയടിച്ച് നമ്മുടെ സ്നേഹം ഒന്ന് അറിയിച്ചാലോ? 3, 2, 1. വെൽക്കം സർ, വെൽക്കം. കാരണം നമ്മൾ ആദ്യം പറഞ്ഞു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രാൻഡ് ഇയറിൽ ഞങ്ങൾ നടത്തുന്ന ഒരു റിലീസ് ഇവന്റ് ആയിരിക്കും ഇത്. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് 100% ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റും. നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ കൊത്തയുടെ രാജാവ് ഇവിടെ എത്തിക്കഴിഞ്ഞു. സോ ബാക്കി നമ്മൾ ഷോ തുടങ്ങിയാലോ? റെഡിയാണോ? റെഡി, ഓക്കെ. രാജുവിന്റെ സ്വന്തം താര ഇവിടെ ദേ സുന്ദരിയായിട്ട് താരകം പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. താര, എന്താണ് രാജാവിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എനിക്കിവിടെ ഒന്നും കേൾക്കുന്നില്ല. ഇത്ര സ്നേഹം മാത്രമേ കേൾക്കുന്നുള്ളൂ. Come on. Superb. And Tara, King of Kottene പറ്റി ഒരു 2 വാക്ക് നമ്മളോട് പറയാൻ പറ്റുമോ? It is a dream project for me. ഒരുപാട് കാലം സ്വപ്നം കണ്ടതാണ് ഇത്ര നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റണേന്ന്. അത്ര നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റി എനിക്ക്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ആൻഡ് വൺ മോർ തിങ് മേ ഐ ആഡ്, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ട്, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഉണ്ട്, ഇതിൻ്റെ മ്യൂസിക് ഉണ്ട്, ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ട്, എല്ലാം ഇതിൻ്റെ ആക്ടേഴ്സ് എല്ലാവരും ലൈക്ക് പാർ എക്സലൻസ് ആണ്. ബട്ട് മോർ ദൻ ഓൾ ഓഫ് ദാറ്റ് എനിക്ക് ഒരുപാട് നല്ല മനുഷ്യരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്.
Thank you for giving me an opportunity for that. സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഇവന്റ് ഈ ക്രൗഡിനെ പറ്റി എന്താ തോന്നുന്നത്? കാരണം DQനെ അത്രയും നെഞ്ചോട് സ്നേഹിക്കുന്ന ഒരു ഭയങ്കര ക്രൗഡാണ് കൊച്ചിയിൽ നിന്ന് അസംബിൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്നേഹം കാണുമ്പോൾ എന്ത് തോന്നുന്നു? എല്ലാവരും 24-ാം തീയതി തിയേറ്ററിൽ വരണം, എന്നാലേ ഞാൻ ഈ സ്നേഹം സത്യമാണ് എന്നുള്ള ഉറപ്പിക്കുള്ളൂ. സത്യമല്ലേ? 24th ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണും ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഒന്ന് വേണം വെച്ചേ. മതിയപ്പ. വേഫർ ഫിലിംസ് ആൻഡ് സി സ്റ്റുഡിയോസ് ആർ ഡാം ഹാപ്പി. ഇത്രയും തന്നെ മതി. ഇവരെല്ലാവരും ഉറപ്പാണ് കേട്ടോ ഐഷു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഉണ്ടായിരിക്കും. പിന്നെ അതിലേറ്റവും DQനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഇന്ന് നേരിട്ട് DQനെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഞങ്ങൾ ഒരുക്കി തന്നിരിക്കുകയാണ്. ഐഷു, ഇന്നത്തെ ഒരു ഇവന്റ് എങ്ങനെ ഇപ്പൊ തുടക്കം കണ്ടപ്പോൾ എന്ത് തോന്നി? എങ്ങനെ പോകും നമ്മൾ? പട്ടാസ് പട്ട് 100-100-ലായിരിക്കോ? Are you ready to have a wonderful evening with the King of Kotha team? Yes. Let's start. ഐഷു ഹിന്ദിയിൽ തകർക്കും. ഐഷു കം ഓൺ, ഹിന്ദിയിൽ തകർക്കൂ. ഐഷു ഹിന്ദിയിൽ അങ്ങ് തകർത്തേക്ക്. പറ ഐഷു, എന്തേലും പറയൂ. ഒന്ന് വരാവോ? ഹിന്ദിയും തമിഴും തെലുങ്കും മലയാളവും ഒക്കെ തകർക്കാൻ പ്ലീസ്. മലയാളത്തിന്റെ ഏക ഫാൻ, ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ DQ എന്ന നമ്മുടെ ദുൽഖർ സൽമാൻ, കിങ് ഓഫ് കൊത്തയുടെ രാജാവ്. ഒരിക്കൽ കൂടി ഒന്നോടി DQ എന്ന് ഉറക്കെ വിളിച്ചേ. DQ! ഒരു ഫ്ലൈയിങ് കിസും കൂടെ നമുക്ക് കൊടുത്താലോ? 3, 2, 1 ഒരു ഫ്ലൈയിങ് കിസ് ആണ്. കൊച്ചി റെഡിയാണോ? അപ്പോ ഈ 24-ന് കിങ് ഓഫ് കൊത്ത കാണാൻ കൊച്ചി റെഡിയാണ്. ഞാൻ ഇത്രയും പേര് ഒന്നിച്ച് ഐ തിങ്ക് ഒരു ഇതുപോലത്തെ ഒരു ഇവന്റിന് ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു ഇവന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ നിങ്ങളെല്ലാവരും വന്നു. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊച്ചിയിൽ നിന്ന് മാത്രമല്ല എന്നും അറിയാം, എല്ലാവരും ദൂരത്തു നിന്നൊക്കെയാണെന്നറിയാം. എല്ലാം കാണാട്ടോ, എല്ലാ വരച്ച ചിത്രങ്ങളും എല്ലാം എനിക്ക് കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു പ്രോഗ്രാമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കതെല്ലാം ഒന്നിച്ചിരുന്ന് എൻജോയ് ചെയ്യാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജിലോട്ട് വരും, പേടിക്കണ്ട. പക്ഷെ ഒരുപാട് ഇഷ്ടം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഉമ്മ. താങ്ക് യു കൊച്ചി. അല്ല, ഇത്രയും വലിയ ക്രൗഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഹൈദരാബാദിലെ ആ ഒരു റിലീസ് ഇവന്റ് കണ്ട് ഞങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയായിരുന്നു. അതാണോ ഇതാണോ സർ കൂടുതൽ മാസ്? അതെപ്പോഴും ഇതല്ലേ മാസ്. എനിക്ക് അവസരങ്ങൾ തന്ന, എന്നെ ഉണ്ടാക്കിയ, എന്നെ വളർത്തിയ ഇവരാണ്, നോ ഡൗട്ട്. അതുകൊണ്ട് മലയാളവും നമ്മുടെ ഭാഷയും നമ്മുടെ സിനിമയും ഞാൻ നെഞ്ചിലേറ്റ് നടക്കുന്നതാണ്. എൻ്റെ എല്ലായിടത്തുള്ള എൻ്റെ ഐഡൻറ്റിറ്റി ഞാനൊരു മലയാളം ആക്ടർ തന്നെയാണ്. അത് ഞാൻ ഏത് ഭാഷയിൽ പോയാലും ദുൽഖർ സൽമാൻ ഇസ് എ മലയാളം ആക്ടർ തന്നെ എല്ലാവരും പറയുന്നത്. അതിലൊരുപാട് അഭിമാനവും ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും വലിയ സിനിമയാണിത്. അതെല്ലാ രീതിയിലും എല്ലായിടത്തും എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് ഒന്നിച്ച് ആഘോഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെല്ലാ ഫൈറ്റും ഡാൻസും പാട്ടും ഫുട്ബോളും കഥയും ഒരുപാട് നടന്മാരും അടിപൊളി മ്യൂസിക്കും എല്ലാമുള്ള ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു കമേഴ്ഷ്യൽ സിനിമയാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഇത്രയും കമേഴ്ഷ്യൽ എലിമെൻറ്റ്സ് ഉള്ളൊരു സിനിമയാണ്. നിങ്ങളെല്ലാവരും അത് അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. വേറെ എന്താ പറയുക, കൊത്തയുടെ അല്ല, മലയാളത്തിന്റെ ഇന്ത്യൻ സിനിമയുടെ രാജാവ് നമുക്ക് മുന്നിലുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇതുവരെ കരിയറിലെ ഏറ്റവും വലിയ ഗാങ്സ്റ്റർ മൂവിയാണ് കൊത്ത എന്ന് നമുക്ക് തോന്നി. ശരിക്കും നമുക്ക് ഉറപ്പായിട്ടും സാറിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഗാങ്സ്റ്റർ, തോക്ക്, വെടി, പുക, ഒച്ച, ഇങ്ങനെ മൊത്തം ഒരു ആക്ഷൻ, വാള്. ഇതിന്റെ ഇടയിൽ റൊമാൻസ് ഉണ്ടോ സർ? ചെറുതായിട്ട് ലേശം ഒരു ഇത്തിരി. അത് വിട്ടിട്ട് എനിക്ക് പറ്റില്ലല്ലോ. കാരണം
എന്റെ ട്രേഡ് മാർക്കായി പോയി. ഇപ്പൊ നമ്മൾ ഏത് സിനിമ ചെയ്താലും അതിനകത്ത് നല്ലൊരു ലവ് ട്രാക്ക് ഉണ്ടാവുന്നത് ഇപ്പൊ നിർബന്ധമായി. അല്ല സത്യമാണ്, കാരണം ഓക്കെ കൺമണി എന്ന മണിരത്നം സാറിന്റെ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾ ഗേൾസ് എല്ലാവരും ആഗ്രഹിച്ചതാണ് ഇതുപോലൊരു ബോയ് ഫ്രണ്ടിന്, ഒരു ഹസ്ബൻഡിനെ നമുക്കൊക്കെ വേണം എന്ന്. മണിസാറിന് മാത്രം പറഞ്ഞാൽ മതി, പുള്ളി മാത്രമാണ് ഇതിന് കുറ്റക്കാരൻ. എന്നാലും അമേസിങ്. അപ്പം സാറ് പറഞ്ഞതുപോലെ ആക്ഷൻ, ലവ്, ഡ്രാമ അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു 100% പാക്ഡ് സിനിമ തന്നെ ആയിരിക്കും കിങ് ഓഫ് കൊത്ത 24th റിലീസ് ആവാനിരിക്കുകയാണ്. ഒരു ചോദ്യം ജനങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞു, അത് മാത്രം ചോദിക്കുകയാണ്. മമ്മൂക്കയും ഒപ്പം ഇരുത്തിയായിരിക്കും സിനിമ കാണാൻ വരുന്നത് സർ? ഞാൻ ഇതേ ചോദ്യം ഇടയ്ക്കിടയ്ക്കായി സ്ഥിരമായി വീട്ടിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് തന്നെ. മമ്മൂക്ക വരുമോ സർ കാണാനായിട്ട്? നമ്മൾ പ്രതീക്ഷിക്കാവോ തിയേറ്ററിൽ മമ്മൂക്കയും ദുൽഖർ സൽമാനും കൂടെ കിങ് ഓഫ് കൊത്തയിൽ കാണാനായിട്ട് തിയേറ്ററിൽ? അത് കിങ് ആണല്ലോ, നമ്മൾ കിങ് കണ്ടതാണല്ലോ. ഒരേ ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ കൊത്തയിൽ മാത്രം കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ട് കൊത്തയുടെ രാജാവാൻ. ദി കിങ് അവിടെ ഓൾറെഡി ഇരിപ്പുണ്ട് സിംഹാസനത്തിൽ. അല്ല കാര്യം, മമ്മൂക്ക ജോഷി സാറിന്റെ കോമ്പിനേഷനിൽ എത്രയോ പട്ടങ്ങളാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിപ്പം DQയും ദി അഭിലാഷ് ജോഷി സാറും കൂടെ കൈകോർക്കുന്നു. ഒരു നെക്സ്റ്റ് ജനറേഷൻ മൂവിയിലേക്ക് നമ്മൾ മാറിക്കഴിയുന്നു അല്ലേ സാർ? എന്ത് പറഞ്ഞാലും കൊച്ചിയുടെ കാര്യം പറഞ്ഞു, ഭയങ്കരമായിട്ട് വന്ന പോപ്പുലർ റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നു, മമ്മൂക്കയുടെ ബിഗ് ബിയുടെ ഏറ്റവും വലിയൊരു ഹിറ്റ് ഡയലോഗ് ഉണ്ട്, കൊച്ചി പഴയ കൊച്ചിയല്ല. അത് മാത്രം ഒന്ന് പറയാമോ സാർ? കാരണം കൊച്ചി കുറച്ചും കൂടി ബേസ് വിട്ടിട്ട്, കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ രാജു പഴയ രാജു തന്നെ. അല്ല സത്യം കേട്ടോ, നിങ്ങൾ രണ്ടുപേരും ഫോൺ വിളിക്കും. അത് കൊത്ത വെച്ചിട്ട് പറയാട്ടോ, കൊത്ത പഴയ കൊത്തയല്ല, പക്ഷെ രാജു പഴയ രാജു തന്നെ. അല്ല എപ്പോഴെങ്കിലും സാറിന്റെ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും ഫോൺ വിളിക്കുമ്പോൾ ശബ്ദം വല്ലത് മാറിപ്പോയി എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? കാരണം മമ്മൂക്കയുടെ ശബ്ദമായാലും DQന്റെ ശബ്ദമായാലും ഒരു ഗാംഭീര്യം എന്ന് ഫീൽ വരുന്നേ. അങ്ങനെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഫോൺ വിളിച്ച് പറ്റിച്ചിട്ടുണ്ടോ? ആ ശബ്ദത്തിന് പോലെ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. എനിക്ക് അതിന്റെ എന്തൊക്കെയോ ചെറിയ ബിറ്റ്സ് ഒക്കെ എന്തോ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഫീച്ചേഴ്സ് കിട്ടുന്ന പോലെ എനിക്ക് ചെറിയ ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫീച്ചേഴ്സ് കിട്ടിയ രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഒന്ന് യൗവനം, രണ്ടാമത്തത് ശബ്ദം. ഓ മാ, യൗവനം ഇപ്പൊ ഇതൊക്കെ ഞാൻ കറുപ്പിച്ച് വെച്ചിരിക്കുക. ഒന്നുമല്ല, സീരിയസ്ലി അപ്പാ, ടച്ച് വുഡ്. ഓ മാ, ഇന്ന് എല്ലാ ഗേൾസും ഇങ്ങനെ നോക്കായിരുന്നു കണ്ണെടുക്കാതല്ലേ ഐഷു? ആ സൗന്ദര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫീച്ചർ എന്താണ്? കണ്ണാണോ ചിരിയാണോ ഏറ്റവും കൂടുതൽ? പൊട്ടിച്ചിരിക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. ചാർലി ചിരി. ഓക്കെ, അപ്പൊ എന്തായാലും ദേ രാജാവും അതുപോലെ തന്നെ രാജ്ഞിയും ഒപ്പത്തിനൊപ്പം ഉണ്ട്. രണ്ടുപേരും കൂടെ കൈയും പിടിച്ച് അവിടെ വന്നിരുന്ന് ഞങ്ങളുടെ കിങ് ഓഫ് കൊത്തയുടെ ബാക്കിയുള്ള ഇവന്റ്സ് കാണണം എന്നാണ്. രണ്ടുപേരും കൈയോർത്ത് പിടിച്ച് ഓഗസ്റ്റ് 24 കിങ് ഓഫ് കൊത്ത. ഈ ഉലകിൻ പകലിൽ ഞാൻ തേടുമീ എന്നുയിരിൻ നേർപകുതി നീയോമലേ. Pavan Nalana and Needus Academy present Behind Woods Dulkhar, the King of Kotha, supported by Hero Motocorp, Chicking Tirukochi Golden Diamonds, Ladio Premium Innovators, powered by Anfield International, Wetland Wedding, Corona Plastics, Sulfrex Mattress, Aquastar and Elements of Cinema.